പിതാവും പുത്രനും പരിശുദ്ധ റൂഹായുമാകുന്ന സത്യേക ദൈവത്തിന്റെ വലിയ തിരുനാമത്തിൽ തനിക്ക് സ്തുതി. എന്നെ കേൾക്കുവാൻ സർവശക്തനായ ദൈവം വീണ്ടും ഇടയാക്കുന്ന എല്ലാ അനുഗ്രഹിക്കപ്പെട്ട പ്രേക്ഷകർക്കും കർത്തൃനാമത്തിൽ എൻ്റെ ഹൃദയംഗമായ സ്നേഹവന്ദനങ്ങൾ. ദൈവഹിതമെങ്കിൽ ഇന്ന് നിങ്ങളോടൊപ്പം പങ്കുവയ്ക്കുവാൻ ആഗ്രഹിക്കുന്നത് ലോകം വിറയ്ക്കുമ്പോൾ സുവിശേഷം ഉണരണം എന്ന വിഷയത്തെ പറ്റിയാണ്. പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, മിഡിൽ ഈസ്റ്റ്, യൂറോപ്പ്, ആഫ്രിക്ക, ഏഷ്യ അല്ലെങ്കിൽ അമേരിക്ക എന്നിങ്ങനെ ലോകരാഷ്ട്രങ്ങളിലുടനീളം ജീവനുകൾ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു. കുടുംബങ്ങൾ ദുഃഖത്തിലാണ്. സത്യത്തെക്കാൾ വേഗത്തിൽ ഭയം പടരുന്നു. പ്രതികാരത്തിന് പ്രതികാരം കൊണ്ട് മറുപടി നൽകുന്നു. പലരും അത്ഭുതപ്പെടുന്നു, ദൈവം എവിടെയാണ്? അവൻ എന്തുകൊണ്ട് പ്രവർത്തിക്കുന്നില്ല? തിരുവെഴുത്തുകൾ വ്യക്തമായി ഉത്തരം നൽകുന്നു. ഇസ്രയേലിനെ കാക്കുന്നവൻ ഉറങ്ങുകയുമില്ല, മയങ്ങുകയുമില്ല. സങ്കീർത്തനങ്ങൾ 121:4 കർത്താവ് തന്റെ വാഗ്ദത്തം നിവർത്തിപ്പാൻ താമസം വരുത്തുന്നില്ല. ആരും നശിച്ചു പോകാതെ എല്ലാവരും മാനസാന്തരപ്പെടുവാൻ അവൻ ആഗ്രഹിക്കുന്നു. 2 പത്രോസ് 3:9 ദൈവം നിഷ്ക്രിയനല്ല, അവൻ ക്ഷമാശീലനാണ്. അവന്റെ ക്ഷമ ബലഹീനതയല്ല, അത് കരുണയാണ്. എന്നാൽ തിരുവെഴുത്തുകൾ വെളിപ്പെടുത്തുന്ന മറ്റൊന്നു കൂടിയുണ്ട്. ദൈവം പലപ്പോഴും തൻ്റെ ജനത്തിലൂടെയാണ് പ്രവർത്തിക്കുന്നത്. ലോകത്തിൻ്റെ ആയുധം വേഴ്സസ് ദൈവത്തിൻ്റെ ആയുധം. പ്രതികാരത്തിലും ആധിപത്യത്തിലും ദൃശ്യമായ ശക്തിയിലുമാണ് ലോകം വിശ്വസിക്കുന്നത്. എന്നാൽ സുവിശേഷം പ്രഖ്യാപിക്കുന്നു, ഞങ്ങൾ ജഡത്തിൽ ജീവിക്കുന്നവർ എങ്കിലും ജഡീകമായി പോരാടുന്നില്ല. ഞങ്ങളുടെ പോരാട്ടത്തിൻ്റെ ആയുധങ്ങൾ ജഡീകങ്ങളല്ല, കോട്ടകളെ ഇടിക്കുവാൻ ദൈവത്തിൽ ശക്തിയുള്ളവ തന്നെ. 2 കൊരിന്ത്യർ 10:3-4 യേശു റോമിനെ കീഴടക്കിയത് സൈന്യത്തെ കൊണ്ടല്ല, അവൻ സത്യം കൊണ്ട് ഹൃദയങ്ങളെ കീഴടക്കി. അക്രമങ്ങൾക്കിടയിൽ യേശു ക്രിസ്തു പറഞ്ഞു, സമാധാനമുണ്ടാക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തിന്റെ പുത്രന്മാർ എന്ന് വിളിക്കപ്പെടും. മത്തായിയുടെ സുവിശേഷം 5:9 നിങ്ങളുടെ ശത്രുക്കളെ സ്നേഹിപ്പീൻ, നിങ്ങളെ ഉപദ്രവിക്കുന്നവർക്കായി പ്രാർത്ഥിപ്പീൻ. മത്തായിയുടെ സുവിശേഷം 5:44 ഇത് ബലഹീനതയല്ല, ഇത് ദൈവിക ശക്തിയാണ്. ദൈവം എന്തുകൊണ്ട് തിന്മയെ ഉടൻ തടയുന്നില്ല? ചരിത്രത്തിലുടനീളം ഈ ചോദ്യം ഉയർന്നിട്ടുണ്ട്. തിന്മ ഉയരുമ്പോൾ ദൈവം ആദ്യം തൻ്റെ ജനത്തെ നോക്കുന്നു. എൻ്റെ നാമം വിളിക്കപ്പെട്ടിരിക്കുന്ന എൻ്റെ ജനം തങ്ങളെ തന്നെ താഴ്ത്തി പ്രാർത്ഥിക്കുമെങ്കിൽ. 2 ദിനവൃത്താന്തം 7:14 ശ്രദ്ധിക്കുക. അവൻ സർക്കാരുകളിലല്ല തുടങ്ങുന്നത്, തൻ്റെ ജനത്തിലാണ് തുടങ്ങുന്നത്. ദൈവം അസാന്നിധ്യനല്ല. വിശ്വാസം ഉണർന്ന് പ്രവർത്തിക്കാൻ അവൻ കാത്തിരിക്കുകയാണ്. കവചങ്ങൾ കൊണ്ടല്ല, കർത്താവിലുള്ള വിശ്വാസം കൊണ്ട് ദാവീദ് ഗോലിയാത്തിന് മുൻപിൽ നിന്നതുപോലെ. 1 ശമൂവേൽ 17 ഇന്നത്തെ സഭയും നിലകൊള്ളണം. വെറുപ്പോടെയല്ല, അന്ധമായ ദേശീയതയോടെയല്ല, മറിച്ച് നീതിയോടെയും മധ്യസ്ഥ പ്രാർത്ഥനയോടുമാണ്. യഥാർത്ഥ പോരാട്ടം. സുവിശേഷം ആഴമേറിയ ഒന്ന് വെളിപ്പെടുത്തുന്നു. നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല. എഫേസ്യർ 6:12 ശത്രു ഒരു രാജ്യമല്ല, ഒരു വർഗമല്ല, ഒരു ജനവിഭാഗവുമല്ല. ശത്രു പാപമാണ്, അഹങ്കാരമാണ്, ഇരുട്ടാണ്, വഞ്ചനയുമാണ്. നാം മുഴുവൻ രാഷ്ട്രങ്ങളെയും തിന്മയായി മുദ്രകുത്തുമ്പോൾ ക്രിസ്തു എല്ലാ രാഷ്ട്രങ്ങൾക്കും വേണ്ടിയാണ് മരിച്ചതെന്ന് നാം മറന്നുപോകുന്നു. ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു. യോഹന്നാൻ 3:16 ലോകത്തിന്റെ ഒരു ഭാഗത്തെ അല്ല, മറിച്ച് ലോകത്തെ മുഴുവനുമാണ് അവൻ സ്നേഹിച്ചത്. സമയം വളരെ ഗൗരവകരമാണ്. നാം ഒരു അടിയന്തരാവസ്ഥ തിരിച്ചറിയേണ്ടതുണ്ട്. അതിൽ ബൈബിൾ പരമായ ഗൗരവമാണ്. യേശു ക്രിസ്തു മുന്നറിയിപ്പ് നൽകി, അധർമ്മം പെരുകുന്നത് കൊണ്ട് അനേകരുടെ സ്നേഹം തണുത്തുപോകും. മത്തായിയുടെ സുവിശേഷം 24:12 ഇത് സംഭവിക്കുന്നത് നാം ഇന്ന് കണ്ടുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ പരിഭ്രാന്തിയല്ല ഇതിനുള്ള മറുപടി, ഉണർവ് പ്രാപിച്ച സ്നേഹമാണ്. ക്രിസ്തീയ സമൂഹം ഇപ്പോൾ സംസാരിച്ചില്ലെങ്കിൽ പിന്നെ ആര് ക്ഷമയെക്കുറിച്ച് സംസാരിക്കും? വിശ്വാസികൾ ഇപ്പോൾ പ്രാർത്ഥിച്ചില്ലെങ്കിൽ പിന്നെ ആര് മധ്യസ്ഥത വഹിക്കും? സഭ സമാധാനത്തിന്റെ മാതൃക കാണിച്ചില്ലെങ്കിൽ മറ്റൊരു വഴി ആര് കാണിച്ചു കൊടുക്കും? നാം എന്ത് ചെയ്യണം? വ്യക്തിപരമായി അനുതപിക്കുക. വിധി ദൈവഗ്രഹത്തിൽ ആരംഭിക്കുന്നു. 1 പത്രോസ് 4:17
നമ്മുടെ സ്വന്തം ഹൃദയങ്ങളെ അവഗണിച്ചുകൊണ്ട് രാഷ്ട്രങ്ങളോട് അനുദപിക്കാൻ നമുക്ക് ആവശ്യപ്പെടാനാവില്ല. 2, പക്ഷപാതമില്ലാതെ എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുക. ഇറാൻ, ഇസ്രയേൽ, അമേരിക്ക സംഘർഷത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന എല്ലാ രാഷ്ട്രങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കുക. ക്രിസ്തു എല്ലാവർക്കും വേണ്ടിയാണ് മരിച്ചത്. 3, വെറുപ്പില്ലാതെ സത്യം സംസാരിക്കുക. സ്നേഹമില്ലാത്ത സത്യം ക്രൂരതയാണ്. സത്യമില്ലാത്ത സ്നേഹം ഒത്തുതീർപ്പാണ്. സുവിശേഷം ഇവ രണ്ടും വഹിക്കുന്നു. സ്നേഹത്തിൽ സത്യം സംസാരിച്ചുകൊണ്ട് എഫേസ്യർ 4:15 ക്രിസ്തുവിങ്കലേക്ക് നാം വളരണം. വചനത്തെ ആയുധമാക്കുക. ദൈവത്തിന്റെ വചനം ജീവനുള്ളതും പ്രബലമായതും തുളയ്ക്കുന്നതുമാണ്. എബ്രായർ 4:12 അത് ശക്തിയില്ലാത്തതോ പഴഞ്ചനോ നിഷ്ക്രിയമോ അല്ല. ക്രിസ്തീയ സമൂഹത്തോടുള്ള ഒരു സന്ദേശം. ഇത് നിശബ്ദത പാലിക്കേണ്ട സമയമല്ല. ഇത് സുഖപ്രദമായ വിശ്വാസത്തിന്റെ സമയമല്ല. നീതിയുടെ മുഖംമൂടി അണിഞ്ഞ രാഷ്ട്രീയ രോഷത്തിന്റെ സമയവുമല്ല. ഇത് ഇതിനുള്ള സമയമാണ്. ഉപവാസം, പ്രാർത്ഥന, ക്രിസ്തുവിനെ കുറിച്ചുള്ള ധീരമായ പ്രഖ്യാപനം, അസാധാരണമായ ക്ഷമ, ധീരമായ സമാധാന ശ്രമങ്ങൾ. ക്രൂശ് ഒരു പരാജയമായി തോന്നിപ്പിച്ചു, എങ്കിലും ചരിത്രത്തിലെ ഏറ്റവും വലിയ വിജയമായിരുന്നു അത്. നമുക്ക് പ്രാർത്ഥിക്കാം. സർവശക്തനായ ദൈവമേ, ഉറങ്ങുകയോ മയങ്ങുകയോ ചെയ്യാത്തവനെ, രാഷ്ട്രങ്ങൾക്ക് മേൽ കരുണയുണ്ടാകണമേ എന്ന് ഞങ്ങൾ നിലവിളിക്കുന്നു. ഞങ്ങളുടെ അഹങ്കാരത്തോട് ക്ഷമിക്കണമേ. ഞങ്ങളുടെ വെറുപ്പിനോടും നിശബ്ദതയോടും ക്ഷമിക്കണമേ. അങ്ങയുടെ സഭയെ വിശുദ്ധമായ ധൈര്യത്തോടെ എഴുന്നേൽപ്പിക്കണമേ. പ്രതികാരത്തെക്കാൾ ശക്തമായി സ്നേഹം മാറട്ടെ. പ്രചാരണങ്ങളെക്കാൾ സത്യം ശക്തമാകട്ടെ. എല്ലാ പതാകകൾക്കും പ്രത്യയ ശാസ്ത്രങ്ങൾക്കും ഉപരിയായി ക്രിസ്തു ഉയർത്തപ്പെടട്ടെ. ഞങ്ങളെ സമാധാനത്തിന്റെ ഉപകരണങ്ങളാക്കി മാറ്റണമേ. വിശ്വാസത്തിൽ ഞങ്ങളെ നിർഭയരാക്കണമേ. ഈ നാഴികയിൽ ഞങ്ങളെ വിശ്വസ്തരാക്കണമേ. സർവശക്തനായ പിതാവായ ദൈവത്തിൻ്റെയും രക്ഷകനായ യേശു ക്രിസ്തുവിൻ്റെയും ആശ്വാസപ്രദനായ പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ആമേൻ. ദൈവമായ കർത്താവേ, നീ അനുഗ്രഹിക്കുന്നവനും അധികം അനുഗ്രഹമുള്ളവനും ഞങ്ങളെ കാത്തുരക്ഷിക്കുന്നവനുമാകയാൽ സൃഷ്ടിക്കുന്നവനായ ഞങ്ങളുടെ കർത്താവ് യേശു മിശിഹാ, നിനക്ക് ഞങ്ങളുടെ രക്ഷയ്ക്കായി നിന്നെ അയച്ച പിതാവിനും ശുദ്ധമുള്ള നിന്റെ റൂഹായിക്കും സ്തുതിയും വന്ദനവും ഇപ്പോഴും എപ്പോഴും എന്നും എന്നേക്കും യോഗ്യമാകുന്നു. ആമേൻ. ദൈവം നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും അതിപരിശുദ്ധമായ നാമത്തിൽ തന്നെ പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. ആമേൻ.